എല്ലാവർക്കും നമസ്കാരം. തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് 2 ദിവസം ഒന്ന് തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളും സമാധികളും ഒക്കെ ഒന്ന് കാണണം എന്ന് തോന്നി. കാരണം വർക്ക് ചെയ്ത് കുറച്ച് ക്ഷീണം സംഭവിച്ചു. കുറേ ആൾക്കാർ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ആ വീഡിയോ കാണുന്ന ആൾക്കാർ ക്ഷമിക്കുക, 2 ദിവസം ക്ഷമിക്കുക. കാരണം ഒന്ന് ചാർജ് ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് നിങ്ങളുടെ പരിപാടികൾ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പാറമേക്കാവിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ വന്നു. അവിടെ നിന്ന് നമ്മുടെ 2 ഫ്രണ്ട്സുകൾ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഇപ്പോൾ ഒന്ന് മാസാനിയമ്മനാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലക്ഷ്യം. മാസാനിയമ്മനിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കണം എവിടേക്കാണ് പോകേണ്ടത്. സമാധി സ്ഥലമുണ്ട്, അലുക്കുസ്വാമിയുടെ സമാധിയിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വേദാദ്രി മഹർഷിയുടെ ഒരു ആശ്രമമുണ്ട്, ടെമ്പിൾ ഓഫ് കോൺഷ്യസ്നെസ്. അവിടെ ഒന്ന് കയറി കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് നാളെ മരുന്നുമലായി. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ കൂടെയുള്ള ആൾക്കാർ ഒന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ശ്രീജിത്താണ്, നമ്മുടെ ടൂർ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചുമ്മാ ഒരു ടൂർ ഓപ്പറേറ്റർ അല്ല. ആക്ച്വലി ഇദ്ദേഹം ഒരു ഉപാസനയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ദേവിഭാസകനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അദ്ദേഹത്തിനോട് കൂടിയേക്കണത്. ഒരു എന്താ പറയുക, സ്വാർത്ഥ ചിന്തായൊന്നും ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നല്ല സേവനമൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. പിന്നെ രണ്ടാമത് ഇവിടെ ഇരിക്കുന്ന ആൾ നമ്മുടെ ബാബുവാണ്. ബാബുവിനെ നിങ്ങൾക്ക് അപ്പോൾ കണ്ടിട്ടുണ്ടാവും. ബാബു പാലക്കാടിലാണ്. ബാബുവിൻ്റെ ഒരു വീഡിയോ മൂകാംബികയിൽ അദ്ദേഹം എനർജി സ്വീകരിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അതിനകത്ത് ബാബുവാണ് അന്ന് നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹം സ്പിരിച്വലായിട്ടുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണ്. അത് അടുത്ത വീഡിയോയിൽ അദ്ദേഹത്തെ പറ്റി പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ശ്രീജിത്തിനോടത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ശ്രീജിത്ത് ഇപ്പോൾ മറ്റന്നാൾ നമ്മൾ എവിടെയാണ് പോണത്? കാശി. വീണ്ടും കാശിയിലേക്കുള്ള യാത്ര അല്ലേ? അപ്പൊ അതൊരു മഹാഭാഗ്യവാനാണ് ഇരിക്കുന്നത്. കാരണം കാശിയിൽ ഇത്രയധികം പ്രാവശ്യം പോയേക്കുന്ന ഒരാള് ഞാൻ കണ്ടല്ല അല്ലേ? സെപ്റ്റംബർ 8-ാം തീയതി വീണ്ടും പോകും. നമ്മൾ പോകുന്നുണ്ട്. ഞാനും 8-ാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ട്. 8-ാം തീയതി കാശി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 27-ാം തീയതി അല്ലേ വീണ്ടും കാമാക്കിയിലോട്ട് പോകുന്നുണ്ട്, 27-ാം തീയതി. അപ്പോൾ കാമാക്കിയെ പറ്റി ആദ്യം പറയാം. ഈ കാമാക്കി യാത്രയെ പറ്റി ഞാൻ പല വീഡിയോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ് കാമാക്കി യാത്രയിൽ കിട്ടിയേക്കണെന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ഏറ്റവും വലിയ തമാശയല്ല, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമുക്കൊരു ബുക്കിംഗ് വന്നു അല്ലേ? യു എസ് എയിലുള്ള ആള്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശരിയായത്, കാമാക്കിയ ദേവിക്ക് ഒരു ബലി പുള്ളിക്കാരൻ നേർന്നു, ആടിന്റെ ബലി. അതായത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പിന്നെ ഒന്നുകൂടി പറയണം, ബോറടിപ്പിക്കരുതെന്ന് വിചാരിക്കരുത്, വീണ്ടും പറയുന്നു. അതായത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടക്കാതെ നമ്മൾ സെഷൻസ് 2-3 ചെയ്തു. പക്ഷേ കുറേ മാറ്റങ്ങൾ വന്നെങ്കിലും റിസൾട്ട് പൂർണ്ണമായിട്ട് കിട്ടില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. കുടുംബപരമായിട്ട് ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തെളിയാതെ നിൽക്കുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ സെഷൻ ചെയ്ത സമയത്ത് ഈ പരിപാടി ഇങ്ങനെ നേർന്നിട്ട്, അതായത് ഒരു ആടിനെ അവിടെ ബലി കൊടുക്കാം, അവിടെ ചെന്ന് കൊടുത്തേക്കാമെന്ന് നേർന്നിട്ടാണ് സെഷൻ തുടങ്ങിയത്. പക്ഷെ അത്ഭുതകരമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറേ വസ്തുക്കൾ നമ്മൾ കണ്ടെടുത്തു. അതൊന്നും ആലോചിക്കണം, നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതെല്ലാം ദേവിയുടെ അനുഗ്രഹമാണ്. നമ്മളിവിടെ ഇരിക്കുന്ന ദേവി അല്ലെങ്കിൽ കാമാക്കിയ ദേവിയുടെ അനുഗ്രഹം ആണ്. അത് പ്രത്യേകം പറയണതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയധികം നെഗറ്റീവായിട്ടുള്ള എനർജി വരുന്ന സാധനങ്ങളായിരുന്നു പുള്ള വീട്ടിലുണ്ടായിരുന്നത്. അത് മൊത്തം എടുത്തിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാൻ അമേരിക്കയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവണം. കാരണം ഇത് ഇവിടെ കൊണ്ടൊന്നും നമ്മുടെ ഇവിടെ പോലെ തോറ്റോട് ഇടാൻ പറ്റില്ല, അവിടെ പിടിക്കും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് വളരെ വളരെ തന്ത്രപരമായ രീതിയിൽ പുള്ളിക്കാരൻ അതൊക്കെ ഡിസ്പോസ് ചെയ്തോടെ പുള്ളിയുടെ കാര്യങ്ങൾ ഓക്കെ ആയി. അദ്ദേഹം ഹാപ്പി ആയിട്ട് ഇപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു, ബുക്ക് ചെയ്തു, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാമാക്കിയ നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട്, നമ്മുടെ കൂടെ തന്നെ സെയിം ഫ്ലൈറ്റ്. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ കാമാക്കിയ ദേവിയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ ബലിയാണ് കൊടുക്കുന്നത്. കുറേ ആൾക്കാർ അതിനെതിരായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ട ആൾക്കാരുണ്ട്. പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസങ്ങളൊന്നും ലംഘിക്കാനൊന്നും നമുക്ക് താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ കഴിക്കാം, നോൺ വെജ് കഴിക്കണം കഴിക്കട്ടെ, അതിൻ്റെ മുകളിൽ മെക്കെട്ട് കയറാതിരിക്കുക. കാരണം ഇനി നിങ്ങൾ പറയുന്ന നോൺ വെജ് പച്ചക്കറി കഴിക്കുന്നതാണ് ശരിയെന്ന് വിചാരിക്കൂ. ആ സമയമാകുമ്പോൾ നോൺ വെജുകാർ അങ്ങോട്ടേക്ക് എത്തിക്കോളും. അത്രയേ ഉള്ളൂ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. നമ്മളത് ആർഗ്യുമെൻ്റൊന്നും താല്പര്യമൊന്നുമില്ല. ഓരോരുത്തരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതേക്കട്ടെ. അതിനകത്ത് നമുക്കൊരു യാതൊരു ആക്ഷേപമില്ല. നമ്മുടെ ആരെയും വിമർശിക്കാനോ കുറ്റം പറയാനോ ഒന്നിനുമില്ല. നമ്മളുടെ ആചാരത്തിന് നമ്മൾ പോകുന്നു, നിങ്ങളുടെ ആചാരത്തിന് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇതൊരു അനുഭവമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ മാറിപ്പോയത് ഇത്രയും കൊല്ലങ്ങളായിട്ട് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അദ്ദേഹത്തിന് ഒരു സ്വസ്ഥ സമാധാനം ഇല്ലാണ്ടിരുന്ന ആളാണ്. പക്ഷേ അത് ഒഴിട്ട് പുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ കുറച്ച് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പോകാനായിട്ടുള്ള ആൾക്കാർ.
ഇനി ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ശ്രീജിത്തിന്റെ നമ്പർ കൊടുക്കാം. ശ്രീജിത്തിന്റെ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളത്. ഞാനല്ല ടാക്സിയിൽ കൊണ്ടുപോകണം, ഇദ്ദേഹമാണ് കൊണ്ടുപോകുന്നത്. ഇതിനോട് ഞങ്ങൾ പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കാശി യാത്ര ഇപ്പോ സെപ്റ്റംബർ 8-ാം തീയതി 8-ാം തീയതി നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് താല്പര്യമുള്ള ആൾക്കാരും അല്ലേ? നാളത്തെ പിന്നെ ഇല്ല, ഇനി സെപ്റ്റംബർ 8-ാം തീയതിക്കുള്ള ടിക്കറ്റ് അവൈലബിൾ ആണ്. അതെ അതെ. അപ്പൊ അതിന് നമ്മുടെ ചാർജസ് ഒന്ന് പറയാമോ? എങ്ങനെയൊക്കെയാണ് അതിന്റെ ചാർജസ്? ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാ ചാർജും ഉൾപ്പെടെ 45,000 റുപ്പീസ് ആണ് വരുന്നത്. 7 night 8 days വരുന്നത്. അത് ആദ്യം നമ്മൾ പ്രയാഗ്രാജിൽ പോയി അവിടെ ത്രിവേണി സംഗമത്തിൽ, അതായത് ഗംഗ, യമുന, സരസ്വതി 3 നദിയും കൂടുന്ന അവിടെ സ്നാനം ചെയ്ത് പിണ്ടദാനം ചെയ്ത് പാപങ്ങളെല്ലാം തീർത്ത് വളരെ എന്താ പറയുക എനർജി സംഭരിച്ച്. കാരണം എനർജി സംഭരിക്കുക എന്ന് പറയുമ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് അവിടെ. കുംഭമേള നടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ എന്താ പറയുക അത്രയും ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം. വെച്ചാൽ അവിടെ ഒരു അമ്പലമില്ല, ഒരു വിഗ്രഹമില്ല, ഒന്നുമില്ല. ആ സ്നാനത്തിന് വേണ്ടിയിട്ട് അത്രയും ആൾക്കാർ ഇവിടെ നിന്നൊക്കെ ഹിമാലയത്തിൽ നിന്ന് അഘോരി വരുന്നു, നാഗസന്യാസിമാർ വരുന്നു. ഈ മാഘമാസം എന്ന് പറയുന്ന സമയത്ത് അവരെല്ലാവരും വന്ന് അവിടെ ഹോമവും ജപവും തപവും അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അത്രയും പുണ്യമായിട്ടുള്ള സ്ഥലമാണ്. ആ മണ്ണിൽ കാല് കുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയൊരു പുണ്യമാണ്. അപ്പം അങ്ങനെ അവിടുന്ന് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് അയോധ്യയിലേക്ക്. അയോധ്യ രാമരാജ്യമാണ്, അറിയാലോ, ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണ്. അപ്പോൾ അതും വേറൊരു പുണ്യസ്ഥലം. അപ്പോൾ ശ്രീരാമൻ്റെ പുതിയ രാമക്ഷേത്രം കണ്ട് സരയൂ നദിയിൽ കുളിക്കണമെങ്കിൽ കുളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാല് കഴുകിയിട്ട് പോരാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എവിടെ കാശിയിലേക്ക് വരാണ്. ഒരു നൈറ്റ് നമ്മൾ അലഹാബാദ് താമസിക്കും അല്ലേ? ഫസ്റ്റ് നൈറ്റ് അലഹാബാദ്, രണ്ടാമത്തെ നൈറ്റ് അയോധ്യ, പിന്നെ ബാക്കി 3 നൈറ്റ് കാശിയിലാണ്. 3 നൈറ്റും കാശി. പിന്നെ 2 നൈറ്റ് ബുദ്ധന് ബോധോദയം കിട്ടിയ ബോധ്ഗയ, പിന്നെ ഗയ വിഷ്ണുപാദം. വിഷ്ണുപാദം നമ്മള് ഏറ്റവും അവസാനം എത്തിച്ചേരേണ്ട സ്ഥലം. അങ്ങനെയാണ് 7 നൈറ്റ് അല്ലേ? 8ാമത്തെ ഡേയിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ 2 ദിവസം നമ്മൾ യാത്രയായിട്ട് തന്നെ പോകും. യാത്രയായിട്ട് തന്നെ ഒരു ദിവസം അങ്ങോട്ട് പോകുന്ന യാത്ര അല്ലേ? ഒരു ദിവസം ഇങ്ങോട്ട്. അപ്പോ 8 ഡേ എന്ന് പറഞ്ഞാൽ 6 ഡേ നമുക്ക് ഫുള്ളായിട്ട് ഇറങ്ങാനായിട്ട് കിട്ടും. അപ്പോ അതുപോലെ തന്നെ നമ്മൾ അല്ലേ നല്ല ഹോട്ടൽസ് ഒക്കെയാണ് നമ്മൾ നല്ല ഹോട്ടൽ, നല്ല ഫെസിലിറ്റി, ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അല്ല, ഈ ഇത്തവണ വരുന്നതിൽ നമ്മള് 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് ഇത്തവണ. നമുക്ക് ഇത്തവണ ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഇത്തവണ നമുക്ക് ഫുഡ് ആൾക്കാർ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ കുക്ക് വരും. ഇത്തവണ പെട്ടെന്ന് അനൗൺസ് ചെയ്തോണ്ട് ആകെ 10-ൽ കുറവേ ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഇപ്പൊ ആൾക്കാരായിട്ടില്ല, ആൾക്കാർ കുറച്ചുള്ളെങ്കിലും നമ്മൾ പോകുന്നുണ്ട്, എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവര് കാശി യാത്രക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ബുക്ക് ചെയ്യുക, സീറ്റിനെ ബുക്ക് ചെയ്യുക. അല്ല കാമാക്കിയ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് യാത്രകളുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ കാശിയിലാണ് മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നമ്മൾ 3 നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന അവിടെ തന്നെയാണ്. കാലഭൈരവ സ്വാമീനെ തൊട്ട് നമസ്കരിച്ച് അവിടുന്ന് നേരെ മൃത്യുഞ്ജയ ഭഗവാനെ തൊട്ട്, അത് കഴിഞ്ഞിട്ട് നേരെ വിശാലാക്ഷിയമ്മ, അന്നപൂർണ, ദുണ്ടി ഗണപതി, അത് കഴിഞ്ഞിട്ട് കാശി വിശ്വനാഥനെ കണ്ട്, പിന്നെ ഗംഗയില് സ്നാനം ചെയ്ത് പിണ്ടദാനം ചെയ്ത് ഗംഗാ ആരതി കണ്ട്, ഗംഗാ ബോട്ടിങ് കണ്ടു, തൊട്ടപ്പുറത്തുള്ള സങ്കടമോചന ഹനുമാൻ കണ്ടു. പിന്നെ ഘാട്ടിൽ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്യും. നൈറ്റ് പോയിട്ട് പിന്നെ അവിടെയുള്ള മെയിൻ ശ്മശാനം കാണും. ശ്മശാനത്തിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. നമ്മൾ ശ്മശാനം എന്താണെന്ന് മനസ്സിലാക്കും. എന്തിനാണ് നമ്മൾ ശ്മശാനത്തിൽ പോകുന്നത്, അതിൻ്റെ എന്താണ് നമുക്ക് അവിടുന്ന് എന്താ പറയുക ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ള അതൊക്കെ നമ്മൾ രാത്രിയിൽ പോയിട്ട് നമ്മൾ മനസ്സിലാക്കും. ശ്മശാനത്തിൽ നമ്മൾ രാത്രി പോകണം. നേപ്പാളില് നമ്മള് അവിടെ ഈ പശുപതിനാഥ് ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇതുപോലെ അമ്പലത്തിന്റെ പുറയിൽ ഇതുപോലെ തന്നെ ഒരു പുഴയുണ്ട്. പക്ഷെ അവിടെ ഭയങ്കര ഒരു ഡർട്ടിയാണ്. പുഴയെല്ലാം ഭയങ്കര കറുത്ത കടലിൽ കരിയിലിട്ട് വളരെ എനിക്കത്ര ഒരു അവിടെ അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല. കാരണം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിയായിരുന്നു. കാശിയിൽ അങ്ങനെയില്ല. അങ്ങനെയില്ലല്ലേ? ഇല്ല. കാശിയില് പിന്നെ നമ്മള് എന്താ പറയാ, നമ്മൾ കാശീനെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞല്ലേ,
ആ വൃത്തികേടൊക്കെ നമ്മളെ ശരീരത്തിലുള്ള വൃത്തികേട് പോലെ നമുക്ക് തോന്നും. അതിപ്പോ ശ്രീത്ത് പറയുമ്പോ ഒരു കാര്യമുണ്ട്, ഈ നമ്മള് കാമാക്കിയ പോയപ്പോഴും ഇതുപോലെ തന്നെ അവിടെ ഈ ബലികർമ്മങ്ങൾ ഉണ്ടല്ലോ. അപ്പോ ആക്ച്വലി അതിനു മുമ്പ് തന്നെ ശ്രീത്ത് പറഞ്ഞ എല്ലാവരും പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത്, ശാക്തേയമായ പരിപാടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് പോയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മള് ഈ നടക്ക തന്നെ ഈ ഇതിനെല്ലാം വെട്ടുന്നത് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും അങ്ങോട്ട് പോകാൻ അന്ന് മടിച്ചു. കാരണം നമ്മൾ യൂസ്ഡ് അല്ലല്ലോ, നമ്മൾ അവിടെ അത് ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ഒരു മൃഗത്തിനെ കൊല്ലുന്നത് കാണാത്ത ആൾക്കാരാണ് കൂടുതലും. പക്ഷെ അവിടെ ചെന്ന് നിന്നപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി എന്നുള്ളതാണ്. അതായത് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. അത് മാത്രമല്ല അവിടെ നിന്ന് കയറിയ എനർജി, ആ എനർജി ഇന്നും നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് സാധാരണ ഉപാസകന്മാർ അല്ലെങ്കിൽ ജപം ചെയ്തിരിക്കുന്ന ആൾക്കാർ പോലെ എൻ്റെ കാര്യം, ഞാൻ ഈ എല്ലാ ആളുകളുടെയും നെഗറ്റീവിൽ കിടന്ന് കളിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ അവരത് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കണം, എൻ്റെ ശരീരത്തിലേക്ക് വരും ഈ നെഗറ്റീവ് മുഴുവൻ, എന്നിട്ടാണ് ഇറങ്ങി പോകുന്നത്. അല്ലാണ്ട് മാറ്റാൻ ആർക്കും പറ്റില്ല. അപ്പോൾ നമുക്ക് പവർ വേണം, നമുക്ക് അതിനുള്ള ശക്തി വേണം, നമുക്ക് അതിനുള്ള ആ ഒരു ദേവിയുടെ സഹായം ശക്തമായിട്ട് വേണം. പക്ഷെ എനിക്കത് ആ യാത്ര പോയിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ശേഷം ഞാൻ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും ക്ഷീണമില്ലാതിരുന്ന് ഞാൻ വർക്ക് ചെയ്യും. മറ്റത് വൈകുന്നേരം ആവുമ്പം കുഴഞ്ഞു പോകും. എനിക്ക് നമ്മുടെ അടുത്ത് വരുന്ന കുറേ ക്ലയൻസ്, എൻ്റെ സുഹൃത്തുക്കൾ ആയവർ കുറേ പേരുണ്ട്. അവർക്കൊക്കെ അറിയാം, അവർക്ക് എന്നോട് പറയാറുണ്ട്, സാറേ ആരോഗ്യം ശ്രദ്ധിക്കണം സാറേ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു ഫീലിംഗ് ഒന്ന് കുറഞ്ഞു. അപ്പോൾ വീണ്ടും ഒന്നുകൂടി കാമാക്കിയാൽ പോകാൻ തോന്നിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും അടുത്ത എപ്പോഴെങ്കിലും ശ്രീത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രീത്തിൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം അത് നമുക്ക് പൈസ ചെലവ് ചെയ്ത് പോയാലും അതൊരു ഉറപ്പായിട്ടും നമുക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. അപ്പോൾ ഇനി അടുത്ത യാത്രകൾ ഇനിയും പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത യാത്രകളുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ മാസാനിയമ്മൻ കോവിലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇപ്പോൾ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ആളിയാറിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.